പറയാൻ പോകുന്നത് എൻ്റെ കഥയൊന്നും അല്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് പിന്നെ എൻ്റെ ബ്രദറിനുള്ള ഫായിസൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. ഇവരുടെ ചൈൽഡ്ഹുഡിനൊക്കെ ഭയങ്കര മനോഹരമാക്കിയ ഇവരുടെ വല്യുമ്മാൻ്റെ വീടിൻ്റെ കഥ. വല്യുമ്മാൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഒരു പഞ്ചില്ലല്ലോ. ഇവിടെയൊക്കെ മാമാൻ്റെ വീടെന്നാണ് പറയൽ. അതുകൊണ്ട് മാമാൻ്റെ വീടിൻ്റെ കഥയായത്. വീടിൻ്റെ മുന്നിലായിട്ട് ചെറിയൊരു തോടും പാലവും. ഇതാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ്. ഒരുപാട് എക്സൈറ്റ്മെൻറ്റും നൊസ്റ്റോളജിയുമാണ് ഇന്ന് നമ്മളെ ഈ വീടിൻ്റെ മുന്നിലെത്തിച്ചത്. വീടിൻ്റെ കൂടെ ഓർമ്മകളെയും പൊടി തട്ടിയെടുക്കാൻ പോവുകയാണ്. കുറേ കാലമായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള വീടായിരുന്നു ഇത്. അതുകൊണ്ട് വവ്വാലൊക്കെ സ്ഥിരം താമസാക്കിയിട്ടുണ്ട്. ഉമ്മറത്തിരുന്ന് ഫുഡ് കഴിച്ചതൊക്കെ ഫായിസ പറയുമ്പോൾ ശരിക്കും അവനേക്കാൾ കൂടുതൽ നൊസ്റ്റോ അടിച്ചത് എനിക്കായിരുന്നു. ഇവിടുത്തെ മാമ എങ്ങനെയായിരുന്നു എന്നറിയോ? ഫുഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ അത് കഴിപ്പിച്ചെടുക്കുന്നതിലാണ് കഴിവുള്ളത്. മാമ എങ്ങനെയായിരുന്നു? ആര് ഫുഡ് കഴിക്കാനിരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കും. അവരെ വയറ് നിറയെ കഴിക്കാണ്ടൊന്നും അവിടെ നിന്ന് എണീക്കാൻ വിടൂല. സ്നേഹം നിറഞ്ഞ വീടായിരുന്നു ഇത്. പക്ഷേ ഇന്ന് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ. പിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്ന വീടായത്.